എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ ചാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്നൊരു വർഷക്കാലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. Three of Cups, Wheel of Fortune, Queen of Wands, Three of Pentacles, the Star card, Queen of Cups. Three of Cups and Star Energy Connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകളുള്ളൊരു വർഷമാണ് ഈ വർഷം. ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ളൊരു സമയമാണ്. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹമുണ്ട് നിങ്ങളിൽ എന്നുള്ളത് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായിട്ട് ബിസിനസ് കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിപ്പോൾ ജോലി ചെയ്യായിരുന്നു എങ്കിൽ ആ ഒരു പാരമ്പര്യ ബിസിനസ് ഏറ്റെടുക്കുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രത്യേക ബിസിനസ് ചിലപ്പോൾ ഹോട്ടൽ ബിസിനസ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്കപ്പോൾ അതിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബിസിനസ് ഏറ്റെടുക്കുന്നുണ്ടാവാം, പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ആ ഒരു ബിസിനസ് മാറ്റി മറ്റെന്തെങ്കിലും ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ബിസിനസ്സാണെങ്കിൽ ആ ബിസിനസ്സിൽ പതുക്കെ അതിൽ നിന്ന് മാറി പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്നുണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഒരു പാരമ്പര്യമായിട്ട് നിങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ താല്പര്യമില്ലാത്തൊരു സിസ്റ്റമായിരിക്കും. അതുപോലെ തന്നെ ഒരു 9 to 5 ജോബിൽ നിങ്ങൾ സ്വയം തൃപ്തരല്ലായിരിക്കും. ഇനി ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒത്തിരി സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയും ഹാപ്പിയാണ്. നിങ്ങളുടെ പാരൻസ് ഒരുപക്ഷെ ഒത്തിരി നാളായിട്ട് നിങ്ങൾ ബിസിനസ് വേണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ അതിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒത്തിരി ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സന്തോഷം അവർക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വളരെ സാധ്യതകളുള്ളൊരു ഭാവി നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. ഭാവി എന്ന് പറയുമ്പോൾ സാമ്പത്തികവും ജോലി സംബന്ധമായിട്ടുള്ളൊരു സിറ്റുവേഷൻ. ബിസിനസ്സാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങളെ ബിസിനസ്സിൽ താല്പര്യമുള്ള വ്യക്തിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാളാണെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നുള്ളതല്ല പറഞ്ഞത്. ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊരു സെൽഫ് ഡൗട്ട് വയ്ക്കാതെ ഡോണ്ട് ഹോൾഡ് ഓൺ, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ആ ഒരു ഇതിലേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ആഘോഷങ്ങളുടെയും ഒക്കെ സന്തോഷങ്ങളുടെയൊക്കെ ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ തൃപ്തി, ആഘോഷവും സന്തോഷവും, കരിയറിൽ ഇപ്പോൾ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, പ്രൊമോഷനോ ശമ്പള വർധനവോ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇന്നൊരിടത്തേക്ക് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഇപ്പോൾ വിദേശത്തേക്ക് ആളുകളെ വിടുന്ന സാഹചര്യം ഉണ്ടല്ലോ, ഇപ്പോൾ 2 വർഷത്തേക്കൊക്കെ. അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ളൊരു അവസരം ലഭിക്കുന്നുണ്ട്. അങ്ങനെ വിദേശത്ത് പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നു എന്നുള്ളതാണ്. വളരെ മ്യൂച്വലി ലവിങ് ആൻഡ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ജീവിതത്തിൽ വരുന്നൊരു സമയം കൂടിയിട്ടാണ്. അതായത് റിലേഷൻഷിപ്പ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ചില ബന്ധങ്ങൾ ജീവിതത്തിൽ, അതിപ്പോൾ പ്രണയമോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. അതായത് നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, പൊതുവിൽ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് വളരെ കൂടുതലാണ്. ഫാമിലി ആണെങ്കിൽ ഇതുവരെ ഫാമിലിയിൽ നിന്ന് ഇല്ലാതിരുന്നൊരു സപ്പോർട്ട്, ചുറ്റുമുള്ള ആളുകളിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഒരു സെലിബ്രേഷൻസ്, പാർട്ടി അതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്തെങ്കിലും സക്സസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീട്ടിലാരുടെയെങ്കിലും സപ്തതിയോ അതുപോലെ, അല്ലെങ്കിൽ ഒരു പിറന്നാൾ ആഘോഷമായിരിക്കാം. പക്ഷേ ഈ ഒരു പിറന്നാൾ എന്തൊക്കെയോ പ്രത്യേകത എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു പാർട്ടിയോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ആഘോഷങ്ങൾ, ഒരുമിച്ച് ചേരൽ, കൂട്ടായ്മ,
ഫാമിലി ഗെറ്റ് ടുഗെദർ അതേപോലത്തേക്ക് ഒരു സിറ്റുവേഷനിലൂടെ കടന്നു ഒത്തിരി സന്തോഷം അനുഭവിക്കുന്ന സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ളൊരു സമയമാണ്. ലക്കി ആയിട്ടുള്ളൊരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളുടെ ജോലിയോ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നു. അത്ര വലിയൊരു തുകയല്ലെങ്കിലും തരക്കേടില്ലാത്തൊരു തുകയുടെ ലോട്ടറി ഭാഗ്യം ലഭിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്ന് വെച്ചിട്ട് ഒത്തിരി ഓവറായിട്ട് എടുക്കുക എന്നുള്ളതല്ല. ഒരു മാസത്തിൽ ഒരു ലോട്ടറി അങ്ങനത്തെ എന്തെങ്കിലും നോക്കിയാൽ ചാൻസസ് ആർ ദെയർ. അപ്പോൾ ഇനി അതിൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ വർഷം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു മിഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ഒരു ലോട്ടറി എടുത്താൽ മാത്രം മതി. പിന്നെ ആ ഒരു സമയമാണ് കൂടുതലായിട്ട് ഭാഗ്യം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പുമായിട്ട് ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേ ഈ പാർട്ട്ണർ ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെയുള്ള ആളുകളാണെന്നോ അല്ലെങ്കിൽ ഇനി അവർ പാർട്ട്ണർ ചെയ്യാൻ പറ്റുമോ, ചില നക്ഷത്രങ്ങൾ തമ്മിൽ ഉള്ള സാധ്യതകൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയെ വിശ്വസിക്കാവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാം. കാരണം ഇവിടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഒന്നുകിൽ ആ ഒരു വ്യക്തിയായിട്ട് കുറച്ച് വർക്ക് ചെയ്ത് പരിചയം ഉണ്ടാവണം, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളത്. അതൊരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ വിദേശമൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഒരു ഫാമിലി മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ ഫാമിലിയെ എങ്ങനെ ജീവിതത്തിലൊരു ഫാമിലി ഒരുമിച്ച് ചേർന്ന് പോകാതെ, അല്ലെങ്കിൽ കുടുംബം വിദേശത്താണ് നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചിലപ്പോൾ ഫാമിലിയോടൊപ്പം ഒത്തുചേരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഫാമിലിയോടൊപ്പം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തൃപ്തിയും സന്തോഷവും ലഭിക്കുന്നുണ്ട്. ഒരു ഹോം സിക്നെസ് ഒക്കെ മാറിക്കിട്ടുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ഒത്തിരി സാമ്പത്തികവും ഫിനാൻഷ്യലി മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇമോഷണൽ സ്ട്രെസ് അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക കാര്യം തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ കുറച്ച് മാനസിക സംഘർഷം എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് മാറി പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതേപോലെ സുഹൃത്തുക്കളും ഒക്കെയുള്ള സപ്പോർട്ട്. ഇവിടെ ചില ആളുകൾ പറയുകയാണെങ്കിൽ ഒരു വർഷം ഭയങ്കരമായിട്ട് ചില കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ലൈഫിൽ. പക്ഷെ നിങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരുപക്ഷെ ഒത്തിരി ഡിവിനേഷൻ മെത്തേഡ്സ്, ഇപ്പോൾ ടാരോ റീഡിങ് അല്ലെങ്കിൽ അസ്ട്രോളജി ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതിൽ പോകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകാൻ ചാൻസസ് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതിൽ പോകുമ്പോൾ നിങ്ങൾ ചെന്ന് സമീപിക്കുന്ന ആളുകൾ അവർ ജെന്യുവൻ ആണോ എന്നുള്ളത് നോക്കുക. കാരണം ചെന്ന് പെട്ടതിന് ശേഷം ഇപ്പോൾ ചില ആളുകൾ ഇതിനു മുമ്പ് റീഡിങ്സിൽ വന്നിട്ടുള്ളവർ അപ്പോൾ അവർ ഇപ്പോൾ 200 രൂപയ്ക്കും 500 രൂപയ്ക്കൊക്കെ ചില ആളുകൾ റീഡിങ്സ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് റീഡിങ്സ് എടുത്ത് കഴിയുമ്പോൾ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ 15,000 30,000 രൂപയുടെ പൂജ ചെയ്യണമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അതായത് തുടക്കത്തിലുള്ളൊരു കെണി ഒരു 200 രൂപയോ അത് വെച്ചിട്ട് നിങ്ങളെ എവിടേക്ക് എത്തിക്കുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് പൂജയിലേക്കൊക്കെ പറയുന്നു. അത് പിന്നീട് നിങ്ങൾക്കത് ചെയ്യാണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു എന്നാൽ ചെയ്യാനുള്ള സാമ്പത്തികമായിട്ട് അത്രയും രൂപ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് ആരാണോ എന്താണോ എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പോവുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒത്തിരി ടാരോ റീഡേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി ആളുകളുടെ അനുഭവങ്ങൾ അവർ പറയാറുള്ളത് കൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ക്വീൻ ഓഫ് ഫോൺസ് ആൻഡ് സ്റ്റാർ എനർജിയാണ്. അപ്പോൾ പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പല ഇതിൽ നിന്ന് മാറിപ്പോകാം. പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വൻ വിജയമായിരിക്കും. പല കാര്യങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, കറക്കിക്കുത്താണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പോകുന്ന എനർജിയാണ്. പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം, നല്ലൊരു കുടുംബ അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.